ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ദൈവത്തിന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കില്ല. ദാവീദ് അതാ പറയുന്നത്, അവൻ ദൈവത്തിന് രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറഞ്ഞു. അടുത്ത വാദം പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല. നിന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈദ്യനുണ്ട്, തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിന്റെ എണ്ണം എത്ര പെരുകിയാലും അത് നിന്റെ തലയിലെ രോഗത്തെക്കാൾ അധികമാണെങ്കിലും അതിനെ തല കുനിക്കാതെ തല ഉയർത്തി പിടിക്കാൻ, തല ഉയർത്തി പിടിക്കാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ. ഇന്നലകളിൽ നീ തല കുനിക്കപ്പെട്ട മണ്ഡലങ്ങളിലില്ലേ? ശത്രുവിന്റെ നിന്ദയ്ക്ക് മുൻപിൽ, പരിഹാസത്തിന് മുൻപിൽ, ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം പറയാൻ കഴിയാതെ തല കുനിക്കപ്പെട്ട മണ്ഡലങ്ങളില്ലേ? ആത്മാവിനെ പ്രവചിക്കുകയാ. എവിടെ തല കുനിക്കപ്പെട്ടോ അവിടെ തല ഉയർത്തി പിടിക്കാൻ, അവിടെ തല ഉയർത്തി പിടിക്കാൻ. നിന്നെ നിന്ദിച്ചവർ കാണേ, നിന്നെ പരിഹസിച്ചവർ കാണേ, നിന്നെ ഉറക്കം വരുത്തിയവർ കാണേ, തല ഉയർത്തി പിടിക്കാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ യേശു മതിയായവനാ. എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല. ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുക, ചിലരുടെ തല ദൈവം ഉയർത്തും. ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ശത്രുവിന്റെ മുൻപിൽ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ നീ തല കുനിച്ചില്ലേ? ഉത്തരം പറയാൻ നിന്റെ തലയെ ദൈവം ഉയർത്തുമെന്ന്. ചില വിഷയത്തിന്റെ മറുപടി ദൈവം നൽകുമെന്ന്. ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ഭാവി മണ്ഡലത്തിൽ, ജോലി മണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ യേശു മതിയായവനാ. ഈ ആഴ്ചയിൽ തന്നെ തല ഉയർത്തിപ്പിടിക്കാൻ, പച്ച മലയാളത്തിൽ പറഞ്ഞ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിക്കാൻ